രാഹുൽ ഈശ്വർ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാനാവുന്ന തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻപാകെ രാഹുൽ ഡിജിറ്റൽ രേഖകൾ, പുതിയ രേഖകൾ കൂടി കൈമാറിയിരിക്കുന്നു. മുദ്രവെച്ച കവറിൽ 9 രേഖകൾ കൈമാറിയിരിക്കുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ, മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞ കാര്യത്തിനപ്പുറം ഡിജിറ്റൽ രേഖകൾ കൂടി കൈമാറിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആത്മവിശ്വാസം രാഹുൽ മാങ്കുട്ടത്തിനുണ്ട് എന്നാണോ രാഹുൽ ഈശ്വർ കരുതുന്നത്? ഞാൻ സ്മൃതിജിക്ക് മെസ്സേജ് അയച്ചു തുടങ്ങുകയാണ്. ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ആ പെൺകുട്ടി പറഞ്ഞ കള്ളമാണെന്ന് എനിക്ക് ജനങ്ങളെ കാണിക്കാൻ കഴിയില്ല. കാരണം പക്ഷേ സ്മൃതിജിക്ക് വ്യക്തിപരമായി ഞാൻ വാട്സപ്പിൽ അയച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് പ്രേക്ഷകർ സ്മൃതിജിയോട് ചോദിച്ചാൽ മതി. 4 ദിവസമേ ഉള്ളായിരുന്നു കല്യാണം, 1 മാസത്തിന് കല്യാണം ഒഴിഞ്ഞെന്നൊരു പരിപാടി പോലുമില്ല. ഒഴിഞ്ഞു എന്ന് പച്ചക്കള്ളം പറയുന്ന ആ പെൺകുട്ടി അടുത്ത വർഷം ജനുവരി 8-നും സ്കൂൾ കലോത്സവത്തിനും ആ പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ ഭർത്താവും സന്തോഷത്തോടെ നിൽക്കുന്ന ചിത്രങ്ങളിൽ ചിലത് എനിക്ക് ധരിച്ച ധാരാളം തെളിവുകളിൽ ചിലത് മാത്രം, അതിൽ 2 എണ്ണം സ്മൃതിജി കഴിച്ചിട്ടുണ്ട്. എനിക്ക് സ്മൃതിജിയെ വിശ്വാസമാണ്. ജനങ്ങളുടെ കോടതിയിലാണ് നമ്മൾ കാര്യങ്ങൾ സമർപ്പിക്കേണ്ടത്. കോടതിയിലും ജനങ്ങളുടെ മാധ്യമങ്ങളാണ്. രാഹുൽ, ഒരു കാര്യം, നമ്മളിപ്പോൾ ഒരു സദാചാര വിഷയമല്ലല്ലോ ചർച്ച ചെയ്യുന്നത്. ഒരു സദാചാര വിഷയമല്ല. ഞാൻ പറയട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിലും പറയുന്നത് ആ വിവാഹബന്ധം അത്ര സുഖകരമായിരുന്നില്ല എന്നാണല്ലോ. ആ വിഷമം പറഞ്ഞാണ് ഒരു ബന്ധമായതെന്നാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിലും പറയുന്നത്. അപ്പോൾ അവർക്കിടയിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടവും സമ്മതിക്കുകയാണ്. അതുകൂടി അങ്ങ് പറയൂ. ആയിക്കോട്ടെ, ഇല്ലെന്നാര് പറഞ്ഞു? ഞാൻ പറഞ്ഞത് മാഡം, അങ്ങനെ ഞാൻ സദാചാരം പറയാൻ, അങ്ങനെ ഞാൻ ശ്രീരാമനോ ഹരിചന്ദ്രനോ ഒന്നും അല്ല. എനിക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം മലയാളി യൂണിവേഴ്സിറ്റി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് സദാചാരം അതൊന്നും ഞാൻ പറയില്ല. ഞാനിവിടെ പറഞ്ഞത് ആ പെൺകുട്ടി പറഞ്ഞ പച്ച കള്ളങ്ങളെ പൊളിച്ചെടുക്കുകയാണ്. ഒന്നാമത്തെ കള്ളം, 4 ദിവസമേ ഞങ്ങൾ കല്യാണത്തിൽ നിന്നിട്ടുള്ളൂ, 1 മാസത്തിനകം കല്യാണം ഒഴിഞ്ഞു. ഇപ്പം സ്മൃതി മാഡത്തിന് അയച്ചിരിക്കുന്ന ചിത്രങ്ങൾ ജനുവരി 8-ന് ആ പെൺകുട്ടിയും ഭർത്താവും വളരെ സന്തോഷത്തോടുകൂടി അവരുടെ ഒരു സുഹൃത്ത്, മാധ്യമങ്ങളിൽ തന്നെയുള്ള ഒരു പ്രമുഖയായ മാധ്യമ പ്രവർത്തകയോടൊപ്പം നിൽക്കുന്നതും സ്കൂൾ കലോത്സവത്തിനടക്കം ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ ആണ്. ജനങ്ങളെ കാണിക്കാൻ പറ്റില്ല. ഈ ഒരുപാട് തെളിവുകൾ എൻ്റെ ഉണ്ട്. എൻ്റെ യൂട്യൂബിൽ ജനങ്ങളെ കാണിക്കാൻ പറ്റാത്തത് ഞാൻ ഇന്ത്യൻ നിയമത്തെ ബഹുമാനിക്കുന്നതുകൊണ്ടാണ്. കാര്യം നമുക്ക് ആ വിക്ടിമിന്റെ ഐഡന്റിറ്റി പറയാൻ പാടില്ല. ഈ പെൺകുട്ടിയുടെ ഭർത്താവ് ഏത് പാർട്ടിക്കാരനാണെന്നും ഈ പെൺകുട്ടി ഏത് മാധ്യമത്തിന്റെ ചാനലിലാണ് ചെയ്യുന്നത് പോലും ഞാൻ പറയില്ല. രാഹുൽ, ഇപ്പോൾ ആ യുവതി അതൊക്കെ നിഷേധിച്ചുകൊണ്ട് ആ ബന്ധത്തിന് 1 മാസമേ ആയുസ്സുണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറയുന്നത് സാങ്കേതികമായി അവർ അടുപ്പത്തിലുണ്ടായിരുന്ന കാലത്തെ ആയിരിക്കാം. നമ്മൾ അത് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട എന്നാണ് എനിക്ക് അങ്ങോട്ട് പറയാനുള്ളത്. നമ്മുടെ വിഷയം അവർ വിവാഹിതയായിരുന്നോ വിവാഹമോചിതയായിരുന്നോ എന്നുള്ളതല്ലല്ലോ രാഹുൽ. നമ്മുടെ പ്രധാന വിഷയം എന്താണ്? ആ യുവതിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏത് തരത്തിൽ പീഡിപ്പിച്ചു എന്നുള്ളതാണല്ലോ. മാഡം, ഞാൻ പറഞ്ഞത്, ഇത്രയും ഫ്ലോയിൽ സംസാരിക്കുന്ന സ്മൃതിജിക്ക് പോലും വാക്കുകൾ ഇടറുന്നത് ഞങ്ങൾക്ക് ആശ്വാസം. എനിക്ക് വാക്കൊന്നും ഇടറിയിട്ടില്ല. മാർച്ചിൽ മാഡം, ഞാൻ ഇനിയും തിരിച്ചൊരു കാര്യം ചോദിക്കാം. സ്മൃതി മാഡം ഒന്ന് പറയൂ, സത്യസന്ധമായി പറയൂ. മാർച്ചിൽ നമുക്ക് എല്ലാ ദിവസവും രാഹുൽ ആ പെൺകുട്ടിയോട് പറയുകയാണ്, നമുക്ക് ബന്ധത്തിൽ ഏർപ്പെടാം, നമുക്കൊരു കുഞ്ഞ് വേണം എന്ന് പറഞ്ഞതിന് ശേഷം മാർച്ചിൽ 3 തവണ ബന്ധപ്പെട്ടപ്പോൾ അത് ബലാത്സംഗം എന്ന് പറയുന്നത് അങ്ങേ അറ്റത്തെ കള്ളമല്ലേ? അങ്ങനെയാണെങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ആ ഗർഭത്തിന്റെ ഉത്തരവാദി ഭർത്താവായിരിക്കുമെന്ന് പറയുകയും അതേസമയം നമ്മൾ കേൾക്കുന്ന ശബ്ദരേഖയിൽ മരുന്ന് കഴിക്കാൻ നിർബന്ധിക്കുന്നതുമാണല്ലോ. പറയാനുണ്ടോ? ഈ മറുപടി പറയാം. ഈ പെൺകുട്ടി തന്നെ, രാഹുൽ മാങ്കൂട്ടത്തിലല്ല, ഈ പെൺകുട്ടിയും പെൺകുട്ടിയോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരും പുറത്തുവിട്ട ചാറ്റിൽ മാർച്ചിൽ ഇവർ ലൈംഗിക ബന്ധത്തിന് വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്, കുട്ടിക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. പിൽസ് മുഖ്യം, അല്ലെങ്കിൽ പിൽസ് വേണമെന്ന്, ബിൽസ് മുഖ്യം, അതായത് ബിഗിലെ എന്ന ഡയലോഗിൽ വളരെ സന്തോഷത്തോടെ പിൽസ് മുഖ്യം ബിഗിലെ എന്ന് പറഞ്ഞിട്ടില്ല, പിൽസ് മുഖ്യം എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിനോട് പറയുന്നു, വേണ്ട, എനിക്ക് നിന്നെ പ്രഗ്നന്റ് ആക്കണം, നമുക്ക് കുഞ്ഞു വേണം എന്ന് പറഞ്ഞതിന് ശേഷം ബന്ധപ്പെട്ടതിനെ റേപ്പ് എന്ന് പറയുന്നതിന് എന്തെങ്കിലും ന്യായമുണ്ടോ നമ്മൾ ഒരുപാട് ചിന്തിക്കണം. ഇനി 2-3 കാര്യങ്ങൾ എനിക്ക് പെട്ടെന്ന് നേരത്തെ പറഞ്ഞ അയാളുടെ രീതികളെ കുറിച്ച് നമുക്ക് എങ്ങനെ അറിയാം രാഹുൽ ഈശ്വർ? അതേക്കുറിച്ച് നമുക്കറിയാത്ത കാര്യം നമ്മളിങ്ങനെ ആധികാരികമായി സംസാരിക്കണ്ടെന്നേ. നമുക്കറിയാത്ത ചില മൊഴികളുണ്ട്. അടുത്ത 2 വരി വേറെ വിഷയങ്ങളെ കുറിച്ചാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ആ പെൺകുട്ടിയെ കുറിച്ചേ അല്ല. നേരത്തെ പറഞ്ഞ 2-3 കള്ളങ്ങൾക്കുള്ള മറുപടിയാണ്. ദൈവത്തെ ഓർത്ത് എൽദോസ് കുന്നപ്പള്ളിക്ക് അനുകൂലമാണ് കോടതി നിരീക്ഷണം. എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത പെൺകുട്ടിക്ക് 49 ക്രിമിനൽ കേസുകളുണ്ടെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയുണ്ട്. ഇത് നിജേഷ് അരവിന്ദ്ജി പറയില്ല, കാര്യം അദ്ദേഹത്തിന് പുരോഗമന പട്ടം പോകുമെന്നുള്ളതുകൊണ്ട്. ശ്രീ മുകേഷിനെതിരെ കള്ളക്കേസാണ്. ശ്രീ മുകേഷിനെതിരെ അനുകൂല ജാമ്യ വിധിയിൽ അനുകൂല വിധി അല്ലെങ്കിൽ അനുകൂല ഒബ്സർവേഷൻസ്
ബഹുമാനപ്പെട്ട കോടതി കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ അവിടെ ഇരിക്കുന്ന വസീഫും പറയില്ല, കാര്യം അദ്ദേഹം പുരോഗമനവാദി അല്ലാതായി പോവും. കോടതികൾ പറയുന്ന കാര്യങ്ങളെങ്കിലും നമ്മൾ പറയണ്ടേ? അനുകൂലമായി എൽദോസ് കുന്നപ്പള്ളിക്കും ശ്രീ മുകേഷിനും അടക്കം കോടതിയിൽ നിന്ന് നിരീക്ഷണങ്ങളുണ്ട്. അതുപോലും നമ്മൾ മറച്ചു വെക്കുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? പിന്നെ വസീസ് സഖാവിനോട് എനിക്ക് വളരെ വേദനയോടെയും വിഷമത്തോടെയും ഞാൻ അദ്ദേഹത്തോട് പിണങ്ങുകയാണ്. സഖാവെ, ഇന്നലെ എൻ്റെ ജന്മദിനമായിരുന്നു. എൻ്റെ ബർത്ത്ഡേ ആയിട്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഊണ് പോലും കഴിക്കാതെ സമയം മാറ്റിവെച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ക്യാമ്പയിൻ ചെയ്തിട്ട് അത് കോൺഗ്രസ്സുകാർക്ക് ക്രെഡിറ്റ് കൊടുക്കരുതേ. ഈ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ബുദ്ധിമുട്ടി ഞാനായിരുന്നു ക്യാമ്പയിൻ ചെയ്തത്. ഇനി എൻ്റെ ക്യാമ്പയിന്റെ ശക്തി അങ്ങേക്ക് അറിയില്ലെങ്കിൽ അങ്ങയുടെ മുഖ്യമന്ത്രിയോട് ചോദിച്ചാൽ മതി. അപ്പുറത്ത് 4 അംഗ സുപ്രീം കോടതി ബെഞ്ചും മുഖ്യമന്ത്രിയും 10,000 പോലീസുകാരുണ്ടായിട്ട് പോലും ശബരിമല കേസ് നിങ്ങൾ തോറ്റുപോയത് ഞങ്ങളെ പോലെ സത്യം പറയുന്നവരുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ആ ക്യാമ്പയിന്റെ ശക്തി ചോദിച്ചാൽ ഇത് കോൺഗ്രസ്സുകാരെയൊന്നും പറയരുത്. രണ്ട്, ഇതൊരു പെയ്ഡ് PR വർക്കൊന്നുമല്ല. ഞാൻ ബഹുമാനത്തോടെ പറയുകയാണ്, അഹങ്കാരത്തോടെ പറയല്ല. നിങ്ങൾ MLA-മാർക്ക് 5 വർഷം കിട്ടുന്ന കാശ് എനിക്ക് 1 വർഷം ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല് അടയ്ക്കാൻ പോലും തികയില്ല. ഈ നാട്ടിൽ സത്യം ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സാധാരണക്കാരുണ്ട്. കോൺഗ്രസും BJP-യും കമ്മ്യൂണിസ്റ്റുമായ സാധാരണക്കാരുണ്ട്. അവരാണ് ഞങ്ങളെ പിന്തുണയ്ക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് അല്ല. ഇന്ന് സന്ദീപ് വാര്യർ എന്തുകൊണ്ടാണ് പോസ്റ്റ് ഇട്ടത്? സന്ധ്യ വാര്യർ പോസ്റ്റ് ഇടാൻ കാരണം ഞാൻ സന്ദീപ് വാര്യരെ ടാഗ് ചെയ്ത് സന്ദീപ് വാര്യർ ഈ സത്യങ്ങൾ പറയണം. കാര്യം സന്ദീപ് വാര്യർ ആ കല്യാണത്തിന് പോയിരുന്നു. ആ കാര്യം പറയണം. സന്ദീപ് അല്ലല്ല, സന്ദീപ് വാര്യരുടെ ഐക്യപ്പെടലൊക്കെ ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. അതിന് നിജേഷ് മറുപടി പറയട്ടെ. ആ ഐക്യപ്പെടൽ ഇപ്പോൾ എന്തിനായിരുന്നു എന്നറിയില്ല. ഒരു സെക്കൻഡ് സന്ദീപ് വാര്യർ എന്ത് പറയണം? കല്യാണത്തിന് പോയില്ലെന്ന് പറയണോ? സന്ദീപ് വാര്യർ പോയ കല്യാണത്തിന്റെ അതൊക്കെ എന്തിനാണ് ഫേസ്ബുക്കിൽ ഇടുന്നത്? വളരെ മുമ്പ് എടുത്ത കഴിഞ്ഞ വർഷം ഇട്ടതല്ലേ? ആയിക്കോട്ടെ, കഴിഞ്ഞ വർഷം ആ ഫോട്ടോ അദ്ദേഹത്തോട് ഡിലീറ്റ് ചെയ്തെങ്കിൽ ഡിലീറ്റ് ചെയ്ത് എന്തിനാണ് ആ ഒരു സംസാരത്തിന് പോകുന്നത്? നിലപാടെടുത്ത വിഷയത്തിൽ എന്തിനാണ് സന്ദീപ് വാര്യർ അങ്ങനെ നിലപാട് പറയുന്നത്? എന്തിനാണ് അങ്ങനെയോട് ഖേദപ്രകടനം നടത്തുന്നതൊക്കെ വ്യക്തമാണ്. ആൾക്കാർ കേൾക്കട്ടെ. മാറ്റിയത് അയാളുടെ മര്യാദ. പക്ഷെ സന്ദീപ് വാര്യർ 1 വർഷം മുമ്പ് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലേ ഈ പെൺകുട്ടിക്കും രാഹുൽ മാങ്കൂട്ടത്തിനും ഇത്രയും പ്രശ്നങ്ങൾ വരുമെന്ന് മുൻകൂട്ടി കണ്ട് 1 വർഷം മുമ്പ് പോസ്റ്റ് ഇടാതിരിക്കാൻ പറ്റുമോ? അതിനെക്കുറിച്ചല്ലോ ഞാൻ പറഞ്ഞത്. അതിനെക്കുറിച്ചല്ലോ പറഞ്ഞത്. രാഹുൽ ഈശ്വരനോട് സംസാരിച്ച് പറഞ്ഞ പോസ്റ്റിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. മാഡം, 1 സെക്കൻഡ് ഒന്ന് കേൾക്കൂ. രാഹുൽ ഈശ്വർ എന്ന സാധാരണക്കാരനായ ഒരു പാർട്ടിയിലും അംഗമില്ലാത്ത ഞാൻ സന്ദീപ് വാര്യരോട് ചോദിച്ചു, ഇത് സത്യമല്ലേ എന്ന്. സന്ദീപ് വാര്യർ എഴുതിയത് നിങ്ങൾ ഓരോരുത്തരും വായിക്കണം. ഈ സത്യം പറയാതിരുന്ന എനിക്ക് കുറ്റബോധം തോന്നും. ഈ സത്യം പറയാതിരുന്നാൽ എനിക്ക് വിഷമവും കുറ്റബോധവും തോന്നും. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, മാസങ്ങളോളം ഇവർ തിരുവനന്തപുരത്ത് ഒരുമിച്ച് താമസിച്ചിരുന്നു. കല്യാണത്തിന് ഗുരുവായൂരമ്പല നടയിൽ വെച്ചായിരുന്നു. പിന്നെ സന്ദീപ് വാര്യർ കള്ളം പറയണോ? നിങ്ങളുടെ പുരോഗമന കൈയടിക്ക് വേണ്ടി സന്ദീപ് വാര്യർ കള്ളം പറയണോ? അല്ല, അത് താങ്കളോട് ഫോൺ വിളിച്ച് പറഞ്ഞാൽ മതിയായിരുന്ന കാര്യം ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതിന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. അത് ഞാൻ നിജേഷിനോട് ചോദിച്ചോളാം. അതുകൊണ്ട് രാഹുൽ ഈശ്വരോട് ചോദിക്കേണ്ട ചോദ്യമല്ല. 1 സെക്കൻഡ് മാത്രം ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ. എനിക്ക് ഈ പ്രേക്ഷകർ ശ്രദ്ധിക്കണം. 2 3 അടുപ്പിച്ച് പറയാൻ പറ്റുന്നില്ല. ആ പെൺകുട്ടിയെ കുറിച്ചേ പറയൂല. ആ പെൺകുട്ടിയെ കുറിച്ച് പറയുകയില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ. മുമ്പ് ശബരിമല പ്രശ്നം വന്നപ്പോൾ ശ്രീ VT ബൽറാം പോസ്റ്റ് ഇട്ടിരുന്നു, രാഹുൽ ഈശ്വർ അല്ല രാഹുൽ മാങ്കൂട്ടത്തിലാണ് നമ്മുടെ നേതാവെന്ന്. അവസാനം രാഹുൽ ഈശ്വറിന്റെയും സാധാരണ ഭക്തരുടെയും നിലപാടിലാണ് കോൺഗ്രസ് അടുത്ത ഇലക്ഷനെ വരെ ഫേസ് ചെയ്തത്. അതേപോലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ കോൺഗ്രസ് ഞങ്ങളുടെ നിലപാടിൽ രാഹുൽ ഈശ്വർ പറഞ്ഞു കൊടുത്ത നിലപാടിലാണ് കോൺഗ്രസ് അല്ലേ ഇലക്ഷൻ നേരിട്ടത്. പറയുന്നതിനൊക്കെ ഒരു കണക്ക് വേണ്ടേ രാഹുൽ? ഒരു വരി പറയണ്ടേ മാഡം? ഒരു വരി തീർക്കട്ടെ. അതായത് കോൺഗ്രസ് അടുത്ത ഇലക്ഷനെ കോൺഗ്രസ് 19 സീറ്റ് ജയിച്ച ശബരിമല കാരണമാണ്. ഉമ്മൻചാണ്ടി സാർ ഉള്ളപ്പോൾ അടുത്ത ഇലക്ഷൻ നേരിട്ടത് പ്രധാനമായിട്ട് ശബരിമല ബില്ല് വരാമെന്ന ക്യാമ്പയിന് കൂടെയാണ്. ഇതൊക്കെ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് അതേപോലെ ഈ വിഷയത്തിൽ വരും. കാര്യം സ്റ്റീഫൻ നെടുമ്പള്ളിയെ പറ്റിച്ച് കള്ളക്കേസ് ഗർഭത്തിലാക്കി ജയിലിൽ അടച്ചതുപോലെ സ്റ്റീഫൻ നെടുമ്പള്ളി തിരിച്ചു വന്നതുപോലെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വരും. അന്നും സ്മൃതി മാഡവും ഞാനും കാണും. അന്നും ഇതേപോലെ നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്യും. ശരി, രാഹുൽ ഈശ്വറിന് വേണ്ട കട്ട് റെഡി അല്ലേ? എനിക്കല്ലെങ്കിൽ എന്റെ യൂട്യൂബിൽ ഇരുന്ന എനിക്ക് കട്ടുണ്ടാക്കി. ശരി, ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.